എന്ത് വിചാരിച്ചാലും ഒന്ന് വിചാരിച്ചു നോക്കൂ. നമ്മുടെ ഭൂമിയിൽ ഇന്നും പൂർത്തിയായി കണ്ടെത്താത്ത ഒരു ലോകം ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ വിശ്വസിക്കുമോ? ഇവിടെ നമ്മുടെ കണ്ടെത്തലുകളുടെ പരിധിക്ക് പുറത്താണ് തുടങ്ങുന്നത്. ഇത് ആമസോൺ വനത്തിന്റെയും അതിന്റെ അസാധ്യമായ, അതിശയിപ്പിക്കുന്ന, ചിലപ്പോൾ ഭീതിജനകമായ രഹസ്യങ്ങളുടെയും കഥയാണ്. കുറേ നൂറ്റാണ്ടുകൾക്കു മുമ്പ് യൂറോപ്പ് മുതൽ പടിഞ്ഞാറൻ ലോകം വരെയുള്ള നിരവധി യാത്രക്കാർ ആമസോണിലേക്ക് പുറപ്പെട്ടിരുന്നു. അവരുടെ ലക്ഷ്യം വൻമനോഹരമായ നഗരം കണ്ടെത്തുക. അവർ അതിനെ എൽ ഡൊറാഡോ എന്ന് വിളിച്ചു. പൊന്നുകൊണ്ട് തീർത്തൊരു നഗരം. പക്ഷേ എൽ ഡൊറാഡോ ഇന്നുവരെയായി കണ്ടെത്തിയില്ല. അത് ഒരു മിഥ്യയാണോ? അതോ ആമസോൺ അതിന്റെ രഹസ്യങ്ങൾ കാക്കുന്നുണ്ടോ? 1925 ആമസോണിന്റെ ഉള്ളിലേക്ക് അവൻ ചെവ മേഡെ എന്ന് വിശ്വസിച്ച ഒരു നഗരം തേടിയുള്ള യാത്ര തുടങ്ങി. പിന്നെ അവനും കൂടെയുള്ളവരുമൊന്നും മടങ്ങിയില്ല. ഇന്നുവരെ ആ യാത്ര എവിടെ അവസാനിച്ചു എന്നത് ഒരു പരിഹാരമില്ലാത്ത ചോദ്യമായി തന്നെ തുടരുന്നു. പക്ഷേ ആമസോൺ ഒരുപാട് പോലെ കാണിക്കാത്തതും ഞെട്ടിപ്പിക്കുന്നതുമായ കാര്യങ്ങൾ കാത്തിരിക്കുന്നു. നമുക്ക് അറിയാമോ, ആമസോണിൽ ഇന്നും കണ്ടുപിടിക്കപ്പെടാത്ത ആയിരക്കണക്കിന് സ്പീഷീസ് ഉണ്ട്. മനുഷ്യന്റെ കണ്ണ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത പക്ഷികൾ, സ്രാവുകളുപോലെയുള്ള മത്സ്യങ്ങൾ, ചുരുങ്ങിയ സമയത്തേക്ക് മാത്രം കാണുന്ന ഫസ്ട്രേറ്റിംഗ് പാമ്പുകളുവരെ. പക്ഷേ അതിലുമധികം ഭീതിജനകമായത് ഇരുണ്ടരെന്ന് ഏഷോ. അതായത് ആമസോണിൽ ഇന്നും ജീവിതം നയിക്കുന്ന, പുറത്തുള്ള ലോകവുമായി ഒരു ബന്ധവുമില്ലാത്ത ആദിവാസികൾ. ഇവരുടെ സംരക്ഷണം വളരെയധികം പ്രധാനമാണ്. അതുകൊണ്ടാണ് പല സമയങ്ങളിലും ഗവൺമെന്റ് അവിടേക്ക് ആളുകളെ അനുവദിക്കാറില്ല. പക്ഷേ ചില യാത്രികർ പറയുന്നത് അവർ കാണാതെ പോകാൻ തുടങ്ങിയ വലിയ കല്ല് നിർമ്മിതികൾ, പാതകൾ, കിണറുകൾ, ഇവ എല്ലാം ഒരു പുരാതന നാഗരികതയുടെ തെളിവുകളാകാമെന്നുമാണ്. നമുക്ക് ആമസോണിനെക്കുറിച്ച് ഇതുവരെ അറിയുന്നത് വെറും 5% മാത്രമാണെന്നു ചില ശാസ്ത്രജ്ഞർ പറയുന്നു. ഉല്ലാസയാത്രക്കാരുടെ ചേടൽ കണ്ടുപിടിച്ചിട്ടുള്ള ചില കാഴ്ചകൾ, വൃത്താകൃതിയിലുള്ള നിലങ്ങൾ, മരങ്ങൾ തൊട്ടടുത്ത് കൃത്യമായി നട്ടതുപോലെ കാണപ്പെടുന്ന പ്രദേശങ്ങൾ, ഇവയുടെ പിന്നിൽ എന്താണ്? ഒരു പുരാതൻ സിവിലൈസേഷൻ ആണോ? ഒരു വലിയ താന്ത്രിക കൂട്ടായ്മ? അതോ നമ്മൾ ഇന്നുവരെ മനസ്സിലാക്കാനാവാത്ത പ്രകൃതിയുടെയും മനുഷ്യന്റെയും കെട്ടിട പ്രതിഭയുടെ കലവർ? എന്തിനേലും ആമസോണിൽ കയറുന്നവർ ചിലപ്പോൾ പറയാറുണ്ട്, ഇവിടെ നമ്മളാണ് കണ്ടത് എന്ന് കരുതുന്നത്, പക്ഷേ ആരോ നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന തോന്നൽ പോകുന്നില്ല. തികച്ചും പ്രകൃതിദത്തമായ ശബ്ദങ്ങൾ പോലെയാണെങ്കിലും ചിലപ്പോൾ അത് കാറ്റിന്റെ ശബ്ദമല്ലെന്നു തോന്നും. അത് ശരിക്കും ആരോഗ്യമോ ആണെന്ന് ആളുകൾ വിശ്വസിക്കുന്നു. ഇത് ഭ്രമമാണോ? അതോ ഈ വനത്തിന് ഉള്ളിൽ നമ്മളറിയാത്ത ചില സത്യതകൾ വളരെയേറെ ഉണ്ടോ? നമ്മളും കേൾക്കുന്നില്ല, നമ്മളും കാണുന്നില്ല, പക്ഷേ മുകളിൽ എന്തോ നടക്കുന്നുണ്ട്. ഏതുകൊണ്ടും ആ ശബ്ദത്തിന്റെ ഉറവിടം കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഇതൊക്കെ ശരിയാകട്ടെ എങ്കിൽ ആമസോണിന്റെ ഏറ്റവും വലിയ രഹസ്യം എന്താണ്? ഇവിടെ വന്നാൽ നിങ്ങൾ കാണുന്നത് വെറും വനം മാത്രമല്ല. ഇത് ഒരു ജീവമാന ലോകമാണ്. ജീവിക്കുന്നു. വിരുദ്ധമായി പ്രതികരിക്കുന്നു. ഒരു ജീവത്തോടെ ഉള്ള മെക്കാനിസം പോലെ. നമ്മൾ വരുമ്പോൾ നമ്മളെ വിലയിരുത്തുന്നു. നമ്മുടെ ഉദ്ദേശം മനസ്സിലാക്കുന്നു. പിന്നെ നമ്മളെ വിടുമോ എന്നത് അതിനൊന്നും ഉറപ്പില്ല. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഈ സ്ഥലം മനുഷ്യൻ കണ്ടെത്താൻ തുടങ്ങുന്നത് ഇന്നാണ് എന്ന്. അതോ ഇതിൽ ഉള്ള വസ്തുതകളും അതിസന്ധികളും നമ്മളെക്കുറിച്ച്, മനുഷ്യനെന്ന നിലയിൽ നമ്മളെ കൂടുതൽ അറിവിലേക്കും ഇടറിലേക്കും നയിക്കുമോ? പുതിയ സാങ്കേതിക വിദ്യകളും സാറ്റലൈറ്റ് ഇമേജിംഗും കൂടിയപ്പോൾ ആമസോണിന്റെ ചില ഭാഗങ്ങൾ ഇപ്പോൾ പതിയെ തുറക്കപ്പെടുന്നുണ്ട്. പക്ഷേ നമ്മൾ കണ്ടെത്തുന്ന ഓരോ കല്ലിനും താഴെ ഒരു പുതിയ ചോദ്യമുണ്ട്. ഒരു പുതിയ മിസ്റ്ററി. അവസാനം ആമസോൺ ഒരു വനമോ, ഒരു കാൽപ്പനിക ലോകമോ, അതോ നമ്മുടെ ഇന്ത്യയ്ക്ക് പോലും അപ്പുറം ഉള്ള ഒരു അദ്ഭുതമായൊരു ജീവമോ? നമുക്ക് അറിയില്ല. പക്ഷേ ഒന്നാണ് ഉറപ്പ്. ഇത് നമ്മളെ ആകർഷിക്കും, ഭയപ്പെടുത്തും, അതിജീവിക്കാനാകില്ലെന്നും തോന്നിപ്പിക്കും. എന്നിട്ടും നമ്മൾ വീണ്ടും വീണ്ടും അതിലേക്ക് തിരിഞ്ഞു നോക്കുന്നു. നമുക്ക് ഇനിയും ഒരുപാട് കാണാനുണ്ട്. ഇനി കാണുന്നവരായിരിക്കുക. മിസ്റ്ററികൾ ഇനിയും വരുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.